അപ്പോൾ ഈ ജൂഡ എന്ന് പറയുന്നത് ജൂഡയുടെ ഭൂപ്രകൃതി ഏകദേശം ഇങ്ങനെയാണ്. റോളിങ് ഹിൽസാണ് അവിടുത്തെ നമ്മൾ കാണാൻ കഴിയുക. കാണില്ലേ, റോളിങ് ഇങ്ങനെ റോൾ ചെയ്യുന്ന ഹിൽസാണ് നമുക്കിവിടെയൊക്കെ കാണാൻ കഴിയുക. കുറ്റിക്കാടുകൾ നിറഞ്ഞ അത്ര വലിയ ഫലഭൂഷ്ടമൊന്നും അല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ജോർഡൻ്റെ നദി പോകുന്ന ഏരിയയാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇങ്ങനത്തെ ടൈപ്പ് ഏരിയാസിനാണ് അവിടെ ജൂഡയുടെ ഹിൽസ്, ജുഡായൻ ഹിൽസ് ഇവിടെയാണ്. പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെ ഓരോരോ സാമ്രാജ്യങ്ങൾ ഈ ചെറിയ സ്ഥലം, നേരത്തെ പറഞ്ഞ ഈ ജൂഡയില്ല, ഇവിടെ ഈ ഇസ്രായേലും ജൂഡയും കൂടെയുള്ള ഈ സ്ഥലം രണ്ടായിട്ടുള്ള സോളമൻ്റെ മരണത്തിന് ശേഷം 926 BC ശേഷം സോളമൻ്റെ മരണത്തിന് ശേഷം രണ്ടായി തിരിഞ്ഞ ഈ 2 കിങ്ഡംസ് പിന്നെ ഓരോരോ സാമ്രാജ്യങ്ങളും പിടിച്ചടക്കാൻ തുടങ്ങും. എല്ലാ സാമ്രാജ്യത്തിനും വേണ്ട ഒരു ചെറിയ സ്ഥലമായി മാറും ഇത്. കാരണം ഇത് ഒരു സ്ട്രെയിറ്റ് മാതിരി ഒരു ലാൻഡിലെ ഒരു ഫലഭൂയിഷ്ടമായുള്ള സ്ഥലമാണ്. ഈജിപ്ഷ്യൻ പെനിൻസുലയുള്ള ഈജിപ്ഷ്യൻ ഏരിയയിലേക്ക് വരുകയും ആർക്ക് ഓഫ് ക്രെസൻറ്റ് ഈ ഏരിയയെ പറ്റി പറയുകയാണ്. കാരണം ഇത് നല്ല ഫലഭൂയിഷ്ടമായ ഏരിയയുള്ള, അതായത് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ ഇങ്ങനെ പോയിട്ട് ഈ പേർഷ്യൻ ഗൾഫിലേക്ക് ചേരുന്ന ബാഗ്ദാദ് നഗരത്തിൻ്റെ ഇടയിലുള്ള ബാബിലോണിൻ്റെ ഇടയിലുള്ള ഇവിടെ നല്ല മണ്ണാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഇവിടെ വരികയാണെങ്കിൽ സിറിയയുടെ സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ മെഡിറ്ററേനിയൻ സീയോട് ചേർന്ന് നിൽക്കുന്ന പിന്നെ ലാൻഡ് ഓഫ് ഇസ്രായേൽ വരും, പിന്നെ കിങ്ഡം ഓഫ് ഇസ്രായേൽ വരും, പിന്നെ കിങ്ഡം ഓഫ് ജൂഡയും വരും, പിന്നെ സിനായ് പെനിൻസുല, സിനായ് മരുഭൂമിയായിട്ട് പിന്നെ എത്തുന്നത് വീണ്ടും ഈ നൈലിൻ്റെ തീരത്തുള്ള ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ് എത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് കടലിനോട് അടുപ്പമുള്ള ഈ നൈൽ നദിയുള്ള യൂഫ്രട്ടീസ് ടൈഗ്രിസ് സിവിലൈസേഷനുള്ള ഈ സ്ഥലം ഒരു ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. അപ്പോൾ ഈ ആർക്ക് ഓഫ് ക്രെസൻറ്റ് ഈ എല്ലാ രാജാക്കന്മാർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ അതിന് നടുക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലമായിരുന്നു ഈ കിങ്ഡം ഓഫ് ഇസ്രായേലും കിങ്ഡം ഓഫ് ജൂഡയും. അപ്പോൾ അത് രണ്ടായി തിരിഞ്ഞു. സോളമൻ്റെ മരണത്തിന് ശേഷം അത് രണ്ടായി തിരിഞ്ഞു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുശേഷം സാമ്രാജ്യങ്ങൾ ഒന്നൊന്നായി വന്ന് ഇത് പിടിച്ചടക്കുകയാണ്. ആദ്യമായിട്ട് വരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് അസിറിയൻ ബാബിലോണിയൻ സാമ്രാജ്യമാണ്. അസിറിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈ ഭാഗത്തുള്ള ഒരു സാമ്രാജ്യമായിരുന്നു അസിറിയൻ സാമ്രാജ്യം. ആ സമയത്ത് അവർ പിടിച്ചടക്കുന്നത് കിങ്ഡം ഓഫ് ഇസ്രായേലങ്ങ് പിടിച്ചടക്കുകയാണ്. അപ്പോൾ കിങ്ഡം ഓഫ് ഇസ്രായേൽ പിടിച്ചടക്കുന്നത് അവിടെ ഒരു 10 ട്രൈബ് ഉണ്ടായിരുന്നു. കാരണം കിങ്ഡം ഓഫ് ജൂഡയിൽ നമ്മൾ കാണുന്നത് 2 ട്രൈബുകളാണ്. ഒന്ന് ബെഞ്ചമിൻ്റെ ട്രൈബും മറ്റേത് ജൂഡയുടെ ട്രൈബും കൂടിയിട്ടുള്ള ഏരിയ ആയിരുന്നു ഈ കിങ്ഡം ഓഫ് ജൂഡ. അപ്പോൾ അവിടെ നിന്നുള്ള ആ നോർത്തിൽ 10 ട്രൈബുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ കിങ്ഡം ഓഫ് ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കിങ്ഡം ഓഫ് ഇസ്രായേൽ. ഓക്കെ, അപ്പോൾ കിങ്ഡം ഓഫ് ഇസ്രായേൽ ഈ അസിറിയൻ ചക്രവർത്തി വന്നിട്ട് അങ്ങ് പിടിച്ചടക്കും. അതോടെ അവിടെ നിന്നുള്ള 10 ട്രൈബുകളും ലോസ്റ്റായി, കാണാതായി, ചിതറിപ്പോയി എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും ആർക്കും അറിയില്ല. പലപ്പോഴും അതിന് എത്രയോ കഥകൾ പറയാറുണ്ട്. എന്തായാലും ആർക്കിയോളജിക്കലി അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. 10 ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ, 10 ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ് ആ ട്രൈബ്സിനെ പറ്റിയിട്ട് പറയാറ്. ഇതൊക്കെ കഥയാണെന്ന് പറയുകയാണെങ്കിലും 1657 ജൂസിന്, യഹൂദന്മാർക്ക് തിരിച്ച് താമസിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ വന്നിട്ട് അവർക്ക് താമസിക്കാൻ അനുവാദം കൊടുത്തുകൂടെ? കാരണം 1290 AD അവിടെ നിന്നുള്ള ഇംഗ്ലണ്ടിലെ രാജാവ് എല്ലാ യഹൂദന്മാരെയും അവിടെ നിന്നും പുറത്താക്കുന്നുണ്ട്. ഈ ഒരു ഓൾ സെയിൻറ്റ്സ് ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ താമസിക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ യഹൂദന്മാരെയും എല്ലാ ജൂസിനെയും അവിടെ നിന്ന് അദ്ദേഹം പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം 1290 AD അത് കഴിഞ്ഞിട്ട് ഒരു 400 years കഴിഞ്ഞിട്ട് 1657 ഒലിവർ ക്രോംവെൽ എന്നുള്ള മറ്റൊരു രാജാവിന് മുമ്പിൽ പോയിട്ട് ഒരു ജൂ ഫിലോസഫർ പറയുന്ന കഥയാണ് ഇത്. എന്താണ് ഈ 10 ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ആ കഥയുടെ പശ്ചാത്തലത്തിൽ തിരിച്ച് ഈ ജൂസിന് ഇംഗ്ലണ്ടിൽ താമസിക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് അനുവാദം കിട്ടുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ ആളുകളുടെ മേലെ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ സൈക്കിയുടെ മേലെയൊക്കെ വളരെ കൺട്രോളുള്ള കഥകളായിരുന്നു ഇതെല്ലാം. അങ്ങനെ എന്തായാലും 720 BC ഈ അസിറിയൻ സാമ്രാജ്യം വന്നിട്ട് ഇത് പിടിച്ചടക്കുന്നത്, ഈ നമ്മൾ കണ്ട ഈ ഏരിയയും പിടിച്ചടക്കുന്നത്. അപ്പോൾ അവർ പിടിച്ചടക്കിയപ്പോൾ കിങ്ഡം ഓഫ് ജൂഡ എന്നുള്ള വളരെ ചെറിയ ഏരിയയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ സാമ്രാജ്യം നോക്കുകയാണെങ്കിൽ ആ ഫുൾ സാമ്രാജ്യത്തിൻ്റെ കണ്ടില്ലേ, ഇത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ ഏരിയയിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ കിങ്ഡം ഓഫ് ജൂഡ. പക്ഷേ അവിടെ ജെറുസലേം ഉണ്ട്, അവിടെ ടെമ്പിൾ ഓഫ് ജെറുസലേം ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അത്രയും ചെറിയൊരു ഏരിയ ആയിട്ടുള്ള അവർ വേസൽ രാജ്യമായിട്ടാണ്, അതായത് അവരുടെ രാജ്യത്തിൻ്റെ
ഒരു ചെറിയ നാട്ടുരാജ്യം പോലെയാണ് അവിടെ ആ കിങ്ഡം ഓഫ് ജൂഡയെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നത്. അതോടെ കിങ്ഡം ഓഫ് ഇസ്രയേൽ പോയിട്ട് കിങ്ഡം ഓഫ് ജൂഡ എന്നുള്ള സൗത്തിലുള്ള ഈ ഏരിയ ബീർഷെവയും ഈ ജെറുസലേമെല്ലാം ഉൾപ്പെടുന്ന ഈ ഏരിയയിലേക്ക് മാത്രമായിട്ട് ഈ ലാൻഡ് ഓഫ് ഇസ്രയേൽ അല്ലെങ്കിൽ ലാൻഡ് ഓഫ് കനേൻ അല്ലെങ്കിൽ ഈ ഹീബ്രൂസ് അവിടെ മാത്രമായിട്ട് തുടരും. അവരെ അപ്പോഴും യഹൂദന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ സംഭവിക്കുന്നത് ബാബിലോണിയൻ ഇൻവേഷനാണ്. ബാബിലോണിയൻ ഈ നേരത്തെ പറഞ്ഞ അസിറിയൻ സാമ്രാജ്യത്തിൻ്റെ കൂടെ തന്നെ അതിനോട് കുറച്ചുകൂടി വലുതായിട്ടുള്ള ബാബിലോൺ കൂടെ ഉൾപ്പെടുന്ന യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദിയുടെ നടുവിൽ വരുന്ന മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിൽ വരുന്ന ബാബിലോണിയൻ നിയോ ബാബിലോണിയൻ എംപയറാണ്, പുതിയ ബാബിലോണിയൻ എംപയറാണ്. ഇതാണ് കണ്ടത് ഈ മെറൂണിൽ കാണുന്ന ആ എംപയർ, ഈ ആർക്ക് ഓഫ് ക്രെസൻറ്റ്, അത് ഈ ഫലഭൂയിഷ്ഠമായ ഈ സ്ഥലം യൂഫ്രട്ടിസ് ടൈഗ്രിസിൻ്റെ നദിയുടെ തീരത്തുള്ള പിന്നെ ഈ ജൂഡയുടെ അടുത്തുള്ള ഈ ഫലഭൂയിഷ്ഠമായ സ്ഥലം അവരങ്ങ് പിടിച്ചടക്കുകയാണ്. പിടിച്ചടക്കുമ്പോൾ അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആ ചെറിയ ജൂഡ ഏരിയ ഉണ്ടല്ലോ, ഈ ചെറിയ ജൂഡ ഏരിയ, ആ ജൂഡ ഏരിയയിലുള്ള ആളുകളെ അവർ നാട് കടത്തുകയാണ്. ബാബിലോണിയൻ എക്സൈൽ എന്നാണ് അതിന് ഹിസ്റ്റോറിക്കലി ഹീബ്രു ബൈബിളിൽ പറയുന്നത്. 586 ബാബിലോണിയൻ എംപയർ വരികയും അവർ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ആ ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ജെറുസലേം ഉണ്ടല്ലോ, നേരത്തെ സോളമൻ ഉണ്ടാക്കിയ 930 സോളമൻ 960 കിങ് സോളമൻ ഉണ്ടാക്കിയ ആ കിങ്ഡം ഓഫ് ജെറുസലേം അവർ ആദ്യമായിട്ട് പൊട്ടിച്ച് തകർക്കുകയാണ്. കണ്ടല്ലേ, ഇപ്പോഴത്തെ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ പിറകിൽ കത്തിയെരിയുന്ന ജെറുസലേമിൽ നിന്ന് ഒരു വലിയ ജനത എക്സൈൽ ചെയ്യപ്പെടുകയാണ്, നാട് കടത്തപ്പെടുകയാണ്. ഇങ്ങനെ നടന്നു വരുന്ന അതിൻ്റെ ഈ ബാബിലോണിയൻ പടയാളികളുടെ സൈഡിൽ കൂടെ അവർ ഈ ജനത തിരിച്ച് ബാബിലോണിലേക്ക് പോവുകയാണ്. അപ്പം ജൂഡയിൽ നിന്ന് അവർ നേരെ ബാബിലോണിലേക്ക്, കണ്ടില്ലേ, ജൂഡയിൽ നിന്ന് നേരെ ബാബിലോണിലേക്ക് അവർ എക്സൈൽ ചെയ്യപ്പെടുകയാണ്. അവരുടെ എലീറ്റ്സിനെയും അവരുടെ സമൂഹത്തിലെ വരേണ്യ വർഗത്തിനെ അടക്കം അവർ ഈ ബാബിലോണിലേക്ക് എക്സൈൽ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെയ്യപ്പെടുമ്പോൾ ഇത്രയും കാലം പ്രോമിസ്ഡ് ലാൻഡിലേക്ക് ഇതിന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സൈൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എടുക്കാമെങ്കിലും അതിന് റിലീജിയസ് ആയിട്ടുള്ള ഫിലോസോഫിക്കലായിട്ടുള്ള എസ്കറ്റോളജിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കുറേ അർത്ഥങ്ങളുണ്ട്. കാരണം ഗോഡ് മോണോതീസ്റ്റിക് ആയിട്ടുള്ള സർവ്വവ്യാപിയായ സർവശക്തനായ ദൈവം കൊടുത്ത ഈ പ്രോമിസ്ഡ് ലാൻഡ് ഓഫ് വാഗ്ദത്ത ഭൂമി, ചോസൻ ഈ പീപ്പിളിന് കൊടുത്ത ഈ വാഗ്ദത്ത ഭൂമിയിൽ നിന്നാണ് ഇവരെ എക്സൈൽ ചെയ്തിട്ട് ഏതോ രാജ്യക്കാർ ഈ ബാബിലോണിൽ നിന്നുള്ള എംപയർ സാമ്രാജ്യത്തിലുള്ള ആളുകൾ വന്നിട്ട് നാട് കടത്തുന്നു. അതും അവരുടെ വരേണ്യ വർഗത്തിലെ എലീറ്റ്സിനെ അടക്കം അവർ നാട് കടത്തുന്നു. കൂടെ അവിടെയുള്ള ഈ ടെമ്പിൾ ഓഫ് ജെറുസലേം കത്തിയെരിയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതോടെ അതൊരു വലിയ ഷോക്കായിരുന്നു ഈ ഹീബ്രു ജനതക്ക്. അതുവരെ ചോസൻ പീപ്പിളിൻ്റെ ഭാഗമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഹീബ്രൂസ്, ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നുള്ള ഇസ്രായേലീസ് ഇപ്പോൾ പെട്ടെന്ന് നാട് കടത്തപ്പെടുകയാണ്. അതോടെ അവരുടെ ഇത്രയും കാലം അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് കിങ്ഡം ഓഫ് ജെറുസലേമിൽ പോയിട്ടൊക്കെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് പോയി. അവർക്ക് മനസ്സിലായി ഇങ്ങനെ അതൊരു വാട്ടർ ഷെഡ്, ഈ ഹിസ്റ്ററിയിലൊരു വാട്ടർ ഷെഡ് മൊമെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് അവർ ഫിസിക്കലായിട്ടുള്ള ആ പ്രാർത്ഥനയിൽ നിന്ന് സ്പിരിച്വലായിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് മാറുന്നത് ഈ സമയത്ത് നിന്ന് കൂടെയെന്ന് ചില ഹിസ്റ്റോറിയൻസൊക്കെ പറയാറുണ്ട്. കാരണം ഈ തകർക്കപ്പെടുന്ന ഒരു ക്ഷേത്രം ഉള്ളതിനേക്കാളും നല്ലതല്ലേ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഓറൽ ട്രഡീഷനിലുള്ള വായ്ത്താരിയിലൂടെ മാത്രം വരുന്ന അവരെ കൊന്നാൽ മാത്രം പോകുന്ന ആ ജുഡായിസത്തിലേക്ക് അവർ പോവുകയാണ്, ആ ഹീബ്രൂസ് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും അവരെ യഹൂദി എന്ന് വിളിക്കാൻ തുടങ്ങിയില്ല. യഹൂദി എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഈ സംഭവത്തിന് ശേഷമാണ്. കാരണം ഈ ബാബിലോണിയൻസ് വന്നിട്ട് ഈ പ്രൊവിൻസിനെ, ഈ ചെറിയ ഏരിയനെ അവരൊരു പ്രൊവിൻസാക്കി മാറ്റും. പ്രൊവിൻസിന് അവർ പേര് പറയുന്നത് വെച്ചാൽ യഹൂദ് മെഡിനാറ്റ എന്നായിരുന്നു അതവർ പറയുന്നത്. ദ പ്രൊവിൻസ് ഓഫ് ജൂഡ, നേരത്തെ പറഞ്ഞ കിങ്ഡം ഓഫ് ജൂഡ ഉണ്ടല്ലോ, അതാണല്ലോ അവരിപ്പോൾ വന്നിട്ട് പിടിച്ചടക്കുകയും അവിടെ നിന്നുള്ള ജെറുസലേമിലുള്ള ടെമ്പിളിനെ നശിപ്പിക്കുകയും അവിടെയുള്ള ഹീബ്രൂസിനെ അവർ നാട് കടത്തുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രൊവിൻസ് ഓഫ് ജൂഡയാക്കിയിട്ട് മാറ്റുകയാണ് അതിനെ. അതുവരെ ഉണ്ടായത് കിങ്ഡം ഓഫ് ജൂഡ എന്ന് മാറിയിട്ട് അവർ പ്രൊവിൻസ് ഓഫ് ജൂഡ അല്ലെങ്കിൽ യഹൂദ് എന്നാണ് അവർ അരമൈക്കിൽ പറയുന്നത്. അപ്പോൾ യഹൂദ് അവർ സംസാരിച്ചത് അരമൈക്ക് ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് യഹൂദ് മെഡിനാട്ട എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ യഹൂദ് എന്നുള്ളത് ഈ നാട് കടത്തപ്പെട്ട പുതിയ വന്ന അവരെ ഈ യഹൂദ് മെഡിനാട്ടയിൽ നിന്നുള്ള യഹൂദ് പ്രൊവിൻസിൽ നിന്നുള്ള ഈ ജനതയെ അതോടെ യഹൂദി എന്ന്
ബാബിലോണിയൻസ് വിളിക്കാൻ തുടങ്ങി. അവരെങ്ങനെയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ, അതുകൊണ്ട് അവർ വിളിക്കാൻ തുടങ്ങി യഹൂദി. ആ സമയത്താണ് ആദ്യമായിട്ട് ഈ യഹൂദി എന്നുള്ള ഇംഗ്ലീഷ് വരുമ്പോൾ ജൂസ്, ലാറ്റിനിൽ അവർ ജൂഡൈസ് എന്നാണ് പറയുക, ജൂഡയസ്. അപ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിന് ജൂ എന്നായി മാറുകയും ജർമ്മനിൽ ജൂഡ് എന്നായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം യഹൂദി എന്നുള്ള പേര്, നേരത്തെ പറഞ്ഞ ലാൻഡ് ഓഫ് ഇസ്രായേലീസിനെ അല്ലെങ്കിൽ ഹീബ്രൂസിൻ്റെ പേര് പുതിയതായിട്ട് ഇപ്പം നമുക്ക് ജൂഡ അല്ലെങ്കിൽ ജൂസ് അല്ലെങ്കിൽ യഹൂദി എന്നുള്ള ഇതായിട്ട് വരികയാണ്. പിന്നെ അതിനുശേഷം ടെമ്പിൾ ഓഫ് നശിപ്പിക്കപ്പെട്ടിട്ട് വളരെ ബാബിലോണിൽ വളരെ വിഷമത്തിൽ അവരുടെ പഴയ കാലങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് ജീവിച്ചിരുന്ന ഈ യഹൂദികൾ ഒരു 50 ഇയേഴ്സിന് ശേഷം 49 ഇയേഴ്സിന് ശേഷം റിലീഫ് കിട്ടുന്നത് പുതിയൊരു പേർഷ്യൻ സാമ്രാജ്യം വന്നിട്ട് ഈ നിയോ ബാബിലോണിയൻ സാമ്രാജ്യം പിടിച്ചടക്കുമ്പോഴാണ്. ഇപ്പോൾ തന്നെ പേർഷ്യൻ സാമ്രാജ്യം നോക്കുകയാണെങ്കിൽ വളരെ കൂറ്റനായിട്ടുള്ളൊരു സാമ്രാജ്യമാണ് പേർഷ്യൻ സാമ്രാജ്യം. ആദ്യം സൈറസ് II എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കീഴിൽ ചെറുതായിട്ട് തുടങ്ങിയ പേർഷ്യൻ സാമ്രാജ്യം അവസാനം ഡാരിയസിൻ്റെ സമയമാകുമ്പോഴേക്കും അതായത് 486 BC, അത് ഞാനിപ്പോൾ പറയുന്ന 538 BCയിലാണ് ഈ പേർഷ്യൻ സാമ്രാജ്യം വന്നിട്ട് ഈ ഏരിയ, ഈ നേരത്തെ പറഞ്ഞ ഈ അസിറിയൻസിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ആർക്ക് ഓഫ് ക്രസൻറ്റ്, അവരങ്ങ് പിടിച്ചെടുക്കുന്നത്. പേർഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഇറാനാണ്. അപ്പോൾ ഇറാൻ എന്നുള്ള ഇപ്പോഴത്തെ മോഡേൺ ഇറാൻ ഇങ്ങനെ വരും. അപ്പോൾ ഇറാനിൽ നിന്നുള്ള പിന്നെ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ്. പിന്നെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ ഹിന്ദുക്കുഷ് മലനിരകളൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി വരെ വരുന്ന ഒരു കൂറ്റൻ സാമ്രാജ്യമായി മാറിയ ഈ പേർഷ്യൻ സാമ്രാജ്യമാണ് ഈ ചെറിയ ആർക്ക് ഓഫ് ക്രസൻറ്റിൽ മാത്രം വരുന്ന നിയോ ബാബിലോണിയൻ സാമ്രാജ്യം അങ്ങ് പിടിച്ചടക്കുന്നത്. അതുകൂടാതെ അവർ ഈജിപ്തും പിടിച്ചടക്കുന്നുണ്ട്. പിന്നെ അവസാനം മൂന്നാമത്തെ ഡാരിയസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അവർ 480 BC ആകുമ്പോഴത്തേക്കും, പിന്നെ ഒരു 50-60 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അവർ ഈജിപ്തും പിടിച്ചടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൂറ്റൻ സാമ്രാജ്യം വന്നിട്ട് ഈ ഏരിയയിൽ പിടിച്ചടക്കുമ്പോൾ ഈ സൈറസ് എന്നുള്ള ചക്രവർത്തിയാണ് അത് പിടിച്ചടക്കുമ്പോൾ അദ്ദേഹം ഈ യഹൂദികളോട് പറയുന്നു, നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. അതായത് നിങ്ങളുടെ നാട് കടത്തൽ അവസാനിച്ചിരിക്കുന്നു, ബാബിലോണിയൻ്റെ എക്സൈൽ അവസാനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്നാണ് സൈറസ് ദി ഗ്രേറ്റ് വന്നിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ സൈറസ് ദി ഗ്രേറ്റിന്, സൈറസ് IIന് ഈ ഹീബ്രു ബൈബിളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉന്നതമായ സ്ഥാനമാണ് കൊടുക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചു പോകാം, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ടെമ്പിൾ നിങ്ങൾക്ക് വീണ്ടും കിങ്ഡം ഓഫ് ജൂഡയിൽ ഉണ്ടാക്കാം. യഹൂദ് മെദിനാത്തെ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് വീണ്ടും ഈ ജെറുസലേം ഇതുണ്ടാക്കാം, ടെമ്പിൾ ഓഫ് ജെറുസലേം ഉണ്ടാക്കാമെന്നാണ് സൈറസ് അവരോട് പറയുന്നത്. അങ്ങനെ തിരിച്ചു പോകാൻ അനുവാദം കൊടുക്കുന്ന ഈ സൈറസ് ദി ഗ്രേറ്റിന് ഹീബ്രു ബൈബിളിൽ ഭയങ്കര ഉന്നത സ്ഥാനമാണ്. അതിനുശേഷം പിന്നെയും ഈ ഡാരിയസ് II അത്ര വികസിപ്പിച്ച ഈ ഏരിയ ഉണ്ടല്ലോ, അതായത് ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ വരെ വരുന്ന, ഇറാൻ മുഴുവനായിട്ട് വരുന്ന ഇപ്പോഴത്തെ ഇറാഖും ഇപ്പോഴത്തെ സിറിയയും പിന്നെ ഇപ്പോഴത്തെ ഇസ്രായേൽ പലസ്തീനും പിന്നെ ഇപ്പോഴത്തെ ഈജിപ്തും എല്ലാം വരുന്ന, ഈജിപ്തിൻ്റെ 3/4 ഭാഗവും ഇത് വരുന്നുണ്ട്. അപ്പോൾ നൈൽ നദി മുഴുവൻ വരുന്നുണ്ടല്ലേ ഇവിടെ. അപ്പോൾ അത്രയും വരുന്ന ഈ ഡാരിയസ് പിടിച്ചടക്കിയ ഈ ഗ്രീസ് വരെ വരുന്ന സാമ്രാജ്യം ഉണ്ടല്ലോ, അതാണ് പിന്നെ ഒരു 30-40 ഇയേഴ്സ് കഴിയുമ്പോൾ അലക്സാണ്ടർ ദി ഗ്രേറ്റ് വന്നിട്ട് പിടിച്ചടക്കുന്നത്. അലക്സാണ്ടർ വന്നിട്ട് ഈ ഡാരിയസിൻ്റെ പിറകെ നേരത്തെ പറഞ്ഞ കണ്ടില്ലേ, ഡാരിയസ് ആദ്യം ഉണ്ടായിരുന്നത് സൈറസ് ദി ഗ്രേറ്റ് ആയിരുന്നു, പിന്നെ കാംബീസ് ആയിട്ട് മാറി, പിന്നെ അതിനുശേഷം ഡാരിയസ് വരുമ്പോൾ ഡാരിയസിൻ്റെ പിറകെ ഈ രാജ്യങ്ങളിലൂടെ അലക്സാണ്ടർ അദ്ദേഹത്തെ ഓടിച്ചു എന്നാണ് പറയുന്നത്. അത് ഓരോരോ ബാറ്റിൽസ് വരുമ്പോഴും ഓരോരോ വാർ വരുമ്പോഴും യുദ്ധങ്ങൾ വരുമ്പോഴും അവിടുന്ന് തോറ്റ് പിറകോട്ടായിട്ട് ഇവിടെ വന്നിട്ട് വേറൊരാളുമായിട്ടുള്ള പോരാട്ടത്തിൽ ഡാരിയസ് മരിച്ചു. ഹിന്ദുക്കുഷ് പർവ്വത നിരകൾക്ക് അടുത്ത് വെച്ചിട്ട് ഈ ടർക്ക്മെനിസ്ഥാൻ്റെ അടുക്ക് വെച്ചിട്ട് ഡാരിയസ് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് വന്നിട്ടാണ് ഈ ഫുൾ ഏരിയയിലൂടെ ഡാരിയസിനെ തിരിച്ചോടിക്കുകയും, നേരത്തെ പറഞ്ഞ കിങ്ഡം ഓഫ് ജൂഡ ഇതിൽ വളരെ ചെറിയ സ്ഥലമാണ്. അപ്പോൾ കിങ്ഡം ഓഫ് ജൂഡയും പിന്നെ അതുകൂടാതെ ഈ ഈജിപ്തും അദ്ദേഹം പിടിച്ചടക്കുകയും ചെയ്തു. ആ സമയത്താണ് ഈജിപ്തിലെ ഈ ചെറിയൊരു നഗരത്തിന് അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് അലക്സാൻഡ്രിയ എന്ന് പേര് ഇടുന്നത് ഈ സമയത്താണ്. അപ്പോൾ അദ്ദേഹം ഇവിടം വരെ ഒരാൾക്കാരെ കാണാൻ വന്നു, പ്രവചിക്കാൻ പറ്റുന്ന ഒരാളെ കാണാൻ വന്നു എന്നാണ് കഥ പറയുന്നത്. എന്തായാലും അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു, 28 വയസ്സിലോ മറ്റോ അലക്സാണ്ടർ ദി ഗ്രേറ്റ് മരിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ സൈന്യാധിപന്മാരുടെ സാമ്രാജ്യമാണ് അടുത്തായിട്ട് വരുന്നത്. നേരത്തെ കണ്ട ഈ കൂറ്റൻ സാമ്രാജ്യം ഓരോന്നോരോന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്
അദ്ദേഹത്തിൻ്റെ സൈന്യാധിപന്മാർ കൊണ്ടുപോകാൻ തുടങ്ങും. അതിനകത്തുള്ള ഒരു സൈന്യാധിപനായിരുന്നു സെല്യൂക്കസ്. അപ്പോൾ സെല്യൂക്കസ് ഈ ഇറാനൊക്കെ വരുന്ന ഇറാഖിലും വരുന്ന ഏരിയ അദ്ദേഹം സെല്യൂക്കസ് എടുക്കും. പിന്നെ ടോളമി എടുക്കുന്നത് ഈ കണ്ടില്ലേ ഈ ലിബിയൊക്കെ വരുന്ന ഈ ഈജിപ്തിൻ്റെ കുറേ ഭാഗം, പിന്നെ അതുകൂടെ സിനായ് മരുഭൂമി, പിന്നെ അതുകൂടെ ജുഡയ അതെല്ലാം ഈ ടോളമി എന്ന് പറയുന്ന സൈന്യാധിപന്മാർ എടുക്കും. ആ സമയത്താണ് ക്ലിയോപാട്രയൊക്കെ ഈ രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്നു. ഈ ടോളമി എന്ന് പറയുന്നത് ടോളമി 1 ടോളമി 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ പേരിലാണ് അതിൻ്റെ സൈന്യാധിപന്മാർ അതിൻ്റെ ചക്രവർത്തികൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അലക്സാണ്ടറുടെ സൈന്യാധിപന്മാർ ഇതങ്ങ് വീതിച്ചെടുക്കുകയും സെല്യൂക്കസ് എന്ന് പറയുന്ന സെല്യൂക്കസിൻ്റെ കിങ്ഡത്തിൻ്റെയും ടോളമിയുടെ കിങ്ഡത്തിൻ്റെയും നടുക്കുള്ളൊരു ഫ്രണ്ടിയറായിട്ട് ഈ കിങ്ഡം ഓഫ് ജൂഡ, ഈ പ്രൊവിൻസ് ഓഫ് ജൂഡ മാറുകയും ചെയ്യുന്നു. പ്രൊവിൻസ് ഓഫ് ജൂഡ മാറിയിട്ട് ഇപ്പോൾ വീണ്ടും അവരൊരു നാട്ടുരാജ്യമായിട്ട് ഈ ടോളമിയുടെ ഒരു നാട്ടുരാജ്യമായിട്ട് അവർ പിന്നെ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ 300 BC അടുത്ത് നടന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് 300 BC മുതൽ 170 BC വരെ ഈ ടോളമിയും സെല്യൂക്കസിൻ്റെയും കിങ്ഡം തമ്മിൽ വളരെ പോരാട്ടങ്ങൾ, വളരെ വാറുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിറിയൻ വാർ, സെക്കൻഡ് സിറിയൻ വാർ എന്ന് പറഞ്ഞിട്ട് 6 or 7 വാറുകളാണ് ഈ സൈന്യാധിപന്മാരുടെ, പിന്നെ അവർ ചക്രവർത്തികളായി മാറുന്നുണ്ട്, അപ്പോൾ അവരുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന അവസാനം 6ാമത്തെ സിറിയൻ വാർ 168 BC നടക്കുമ്പോഴേക്കും ഈ 2 രാജ്യങ്ങളും ഭയങ്കര വീക്കാകുകയും ചെയ്യും. അങ്ങനെ ഓരോ രാജ്യം സാമ്രാജ്യങ്ങൾ വീക്കാകുമ്പോൾ നടക്കേണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ഒരു പ്രാവശ്യം ഈ സെല്യൂക്കസിൻ്റെ ഒരു ആൻറ്റിയോക്കസ് IV എന്നുള്ള ഒരു ചക്രവർത്തി അല്ല ഒരു ഗവർണർ, സിറിയയുടെ അടുത്തുള്ള ഒരു ഗവർണർ, അതായത് സെല്യൂക്കസിൻ്റെ കീഴിലായിരുന്ന സിറിയയിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗവർണർ അവിടെ നിന്ന് ഇവിടെ ഈ ജൂഡയും പിടിച്ചടക്കുകയും ആ കിങ്ഡം ഓഫ് ജൂഡയിൽ അദ്ദേഹത്തിൻ്റെ മതം പ്രചരിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും സെല്യൂക്കസൊക്കെ വളരെ വീക്കായിട്ടുണ്ടാകും ആ കിങ്ഡം. അതുകൊണ്ട് അവർ പറയുന്ന മതം ആ സമയത്ത് അത്രയും ഇമോഷണലായിട്ടുള്ള റിലീജിയനിലേക്ക്, അവരുടെ റിച്വൽസിലേക്ക് കൈകടത്താൻ നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്താണ് മാക്കബി എന്നുള്ള ഒരു റിവോൾട്ട് നടക്കുന്നുണ്ട്. 167 തൊട്ടിട്ട് 166 BC വരെ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു റിവോൾട്ടായിരുന്നു ഇത്. ഒരു യഹൂദന്മാരുടെ ഇടയിൽ തന്നെ കിങ്ഡം ഓഫ് ജൂഡയിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഫാമിലി ആയിരുന്നു ഹാസ്മോനിയൻ ഫാമിലി. അപ്പോൾ ഈ ഹാസ്മോനിയൻ ഫാമിലി ഈ സെല്യൂക്കസിൻ്റെ കിങ്ഡത്തിൽ നിന്ന് വന്ന സാമ്രാജ്യത്തിൽ നിന്ന് വന്ന ഈ ആൻറ്റിയോക്കസിൻ്റെ പുതിയ പരിഷ്കാരങ്ങളെ അവർ ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്യും. അപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിയോക്കസ് ഈ ടെമ്പിൾ ഓഫ് ജെറുസലേം അതിനിടക്ക് തിരിച്ച് ഉണ്ടാക്കിയിരിക്കും. ആദ്യം സോളമൻ്റെ സമയത്ത് ഉണ്ടാക്കിയ, അതിനുശേഷം ബാബിലോണിയൻ എക്സൈലിൻ്റെ സമയമായപ്പോൾ കത്തിയെരിഞ്ഞ് നശിപ്പിച്ച ആ ടെമ്പിൾ ഓഫ് ജെറുസലേം, അത് കഴിഞ്ഞിട്ട് സൈറസ് തിരിച്ച് ഈ ബാബിലോണിൽ നിന്ന് തിരിച്ച് യഹൂദിനോട് പോകാൻ പറയുമ്പോൾ അവർ തിരിച്ചു പോവുകയും ആ കിങ്ഡം ആ ടെമ്പിൾ വീണ്ടും പണിതു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ മാക്കബി റിവോൾട്ട് ആകുമ്പോഴേക്കും അവിടെ ടെമ്പിൾ ഓഫ് ജെറുസലേം ഉണ്ട്. അപ്പോൾ ആ ടെമ്പിൾ ഓഫ് ജെറുസലേം വീണ്ടും ഈ ആൻറ്റിയോക്കസ് IV വന്നിട്ട് ഡെസിക്രേറ്റ് ചെയ്തു, അതിനെ അശുദ്ധമാക്കി എന്നാണ് ആ സമയത്തുള്ള യഹൂദികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള യഹൂദികളുടെ കിങ്ഡം ഓഫ് ജൂഡയിലുണ്ടായിരുന്ന യഹൂദികളുടെ ഒരു പ്രധാന ഫാമിലി ആയിരുന്നു ഹാസ്മോനിയൻ ഫാമിലി. കണ്ടില്ലേ, ഹാസ്മോനിയൻ, HASMONEN, ഹാസ്മോനിയൻ ഫാമിലി. അപ്പോൾ ഹാസ്മോനിയൻ ഫാമിലി വന്നിട്ട് ഇതിനെതിരെ ഈ പരിഷ്കാരങ്ങൾക്കെതിരെ, ഈ ഡെസിക്രേറ്റ് ചെയ്തതിനെതിരെ വളരെ അവർ കൗണ്ടർ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ആൻറ്റിയോക്കസ് വന്നിട്ട് അവസാനം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ടെമ്പിളിനെ കൺവേർട്ട് ചെയ്ത് യഹോവയുടെ ഈ ആപ്പിളിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു അപ്പോളോൻ്റെ ടെമ്പിൾ അല്ലെങ്കിൽ അപ്പോളോൻ്റെ ഫാദർ സിയൂസിൻ്റെ ടെമ്പിൾ ആക്കി മാറ്റാനും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ മാക്കബി റിവോൾട്ട് ഈ ഹാസ്മോനിയൻ ഫാമിലിയിലുള്ള ഒരാളുടെ പേരാണ് മാക്കബി. അപ്പോൾ അവിടുത്തെ പാട്രിയാർക്കിൻ്റെ പേരാണ് മാക്കബി. അപ്പം മാക്കബി റിവോൾട്ട് വരുന്നു. അപ്പോൾ മാക്കബി റിവോൾട്ട് അവർ ഈ സെല്യൂക്കസിൻ്റെ ഈ ഓൾറെഡി വീക്കായ സൈന്യത്തിനെ അവർ തുരത്തി ഒടുക്കുകയും അവർ തിരിച്ച് ടെമ്പിൾ ഓഫ് ജെറുസലേമിലേക്ക് എത്തുകയും അതിനുള്ളിലേക്ക് കയറുകയും അവർ ഡെസിക്രേറ്റ് ചെയ്ത് അശുദ്ധമാക്കപ്പെട്ട ആ ടെമ്പിളിനെ കാണുകയും അത് കാണുമ്പോൾ അവർ വീണ്ടും അതിനെ ശുദ്ധമാക്കൽ പ്രക്രിയ തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മാക്കബീസ് ആ ടെമ്പിൾ ഓഫ് ജെറുസലേമിൻ്റെ ഉള്ളിൽ പോയപ്പോൾ കാണുന്നത് അവിടെ ഈ മെനോറ എന്നുള്ളത് ഈ ഇങ്ങനെ പറയുന്ന ഈ മെഴുകുതിരി സ്റ്റാൻഡിനെയാണ് മെനോറ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് 9 തിരികളുള്ള മെനോറയാണ് നമ്മളിവിടെ കാണുന്നത്. 7 തിരികളുള്ള
മെനോറയുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 7 തിരികളുള്ള മെനോറ അവർ നിലത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അവരതെടുത്ത് ശരിക്കും വെക്കുകയും അതിൽ എണ്ണ ഒഴിക്കുകയും, പക്ഷേ ഓയിൽ അധികം കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ 2 ദിവസത്തേക്കുള്ള ഒഴിക്കാനുള്ള ഓയിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ഓയിൽ ഒഴിച്ചിട്ട് അവർ 8 ദിവസത്തോളം അത് കത്തുന്നത് കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്മരണക്കായിട്ടാണ് ഇപ്പോൾ ഹാനുക്ക എന്നുള്ള ഒരു ഫെസ്റ്റിവൽ യഹൂദന്മാർ വേൾഡ് വൈഡായിട്ട് ഈവൻ US-ലും എല്ലായിടത്തും ആചരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹാനുക്ക. അതുകൂടാതെ ഈ മെനോറ അതുവരെ ഈ മക്കബീസ് റിവോൾട്ടിൻ്റെ സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് വന്ന ഈ മെനോറയാണ്. അതിന് വളരെ ഇമ്പോർട്ടൻസ് വരികയും കണ്ടോ, നാസി ജർമ്മനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മെനോറ വെക്കുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. അതൊരു ഒരു പ്രൊട്ടസ്റ്റാണ്, ജൂതന്മാരുടെ ആ സമയത്തുള്ള പ്രൊട്ടസ്റ്റായിട്ടാണുള്ള ഒരു ഫോട്ടോഗ്രാഫാണത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മാക്കബി റിവോൾട്ടൊക്കെ വരികയും അതിനുശേഷം മാക്കബീസിൻ്റെ ഫാമിലി ആയിരുന്ന ഹാസ്മോണിയൻ ഫാമിലി തന്നെ സ്വന്തമായിട്ട് അവിടെ കിങ്ഡം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കിങ്ഡം ഓഫ് ജൂഡ അവർ തന്നെ ഹാസ്മോണിയൻസ് തന്നെ ഭരിക്കാൻ തുടങ്ങി. 142 തൊട്ടിട്ട് 63 BC വരെ. 63 BC-ലാണ് റോമൻസ് ആദ്യമായിട്ട് ജൂഡയിലേക്ക് വരുന്നത്, അപ്പോൾ കിങ്ഡം ഓഫ് ജൂഡയിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ ഏകദേശം 100 കൊല്ലത്തോളം ഹാസ്മോണിയൻസ് ഇവിടെ റൂൾ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പലപ്പോഴും അവർ റൂൾ ചെയ്തപ്പോൾ ഓട്ടോണോമസ് ആയിട്ടുള്ള റൂളായിരുന്നു. കാരണം ടോളമിയുടെയും സെലൂക്കസിൻ്റെയും ഒരു നാട്ടുരാജ്യമായിട്ടൊരു വേസൽ രാജ്യമായിട്ട് അവരെന്നെ റൂൾ ചെയ്യുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇൻഡിപെൻഡൻസ് ഒക്കെ ജൂഡൈസ് ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റോറീസൊക്കെ ബിബ്ലിക്കൽ സ്റ്റോറീസ് ആണെങ്കിലും ഇതൊക്കെ ഇപ്പോഴത്തെ ലാൻഡ് ഓഫ് ഇസ്രായേൽ, ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേൽ നേഷൻ്റെ നാരേറ്റീവിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ മോഡേൺ ജെറുസലേം നോക്കുകയാണെങ്കിൽ, മോഡേൺ ഇസ്രായേൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജെറുസലേമിൻ്റെ കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത്, അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ജുഡായിസത്തിലുണ്ടായിരുന്ന സിംഹമില്ലേ, ഇതാണ് സിമ്പിൾ. അപ്പോൾ ഈ സിമ്പിൾ വന്നത് കിങ്ഡം ഓഫ് ജൂഡയുടെ ഫ്ലാഗിൽ നിന്നാണ്. സ്റ്റാർ ഓഫ് ഡേവിഡ് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി നോക്കാം. പിന്നെ ഈ ഇസ്രായേലിൻ്റെ കോട്ട് ഓഫ് ആംസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മെനോറയാണ് അതിൻ്റെ കോട്ട് ഓഫ് ആംസിൽ വരുന്നത്. അപ്പോൾ ഈ മെനോറ എന്നുള്ളത് ഒരു റെസിസ്റ്റൻസിൻ്റെ, ഒരു പ്രൊട്ടസ്റ്റിൻ്റെ, മാക്കബി റിവോൾട്ടിൻ്റെയും ഒരു വലിയ സാമ്രാജ്യങ്ങൾ വന്നിട്ട് അവരെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ തിരിച്ച് അവർ പൊരുതിയ ഇതിൻ്റെ ഇതായിട്ടാണ്, ഒരു സിമ്പിളായിട്ടാണ് മോഡേൺ ഇസ്രായേൽ നേഷനിൽ ഇതിൻ്റെ നാരേറ്റീവ് വെച്ചിരിക്കുന്നത്. നെസറ്റിൻ്റെ അടുത്ത് വെച്ചുള്ള ഒരു സ്തൂപമാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, 7 മെഴുകുതിരികൾ കത്തിക്കാൻ പറ്റുന്ന ഒരു മെനോറയാണ് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്തൂപം. പിന്നെ ഹാരി എസ് ട്രൂമാന് ബെൻ ഗുറിയോൺ എന്നുള്ള ഇസ്രായേലിൻ്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പ്രസൻറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു മെനോറയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ 1975 പല ഫംഗ്ഷൻ്റെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മെനോറയാണ്. ഈ സ്റ്റാർ ഓഫ് ഡേവിഡിനേക്കാളും ആദ്യത്തെ അവരുടെ കോട്ട് ഓഫ് ആംസിൻ്റെ അവരുടെ ഒരു കോമ്പറ്റീഷൻ നടത്തി എന്ത് വേണം ഇസ്രായേലിൻ്റെ സിമ്പിൾ, കോട്ട് ഓഫ് ആംസിൻ്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒരാൾ സജസ്റ്റ് ചെയ്ത് മെനോറയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മെനോറയൊക്കെ വളരെ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് മോഡേൺ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സിമ്പിൾസും എല്ലാം അവരുടെ മാത്രം കുത്തകയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ എത്യോപ്യയിലെ ഹെയ്ലി സെലാസിയുടെ പിക്ചറാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ എത്യോപ്യയുടെ ഫ്ലാഗ് നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തും ഈ കിങ്ഡം ഓഫ് ജൂഡയിലെ സിംഹം നമുക്ക് കാണാൻ കഴിയും. അവർ എന്തുകൊണ്ടാണ് സംഭവിച്ചത്, 1300 മറ്റോ ഈ ഒരു ഡൈനാസ്റ്റി, ഒരു ഫാമിലി വന്നിട്ട് എത്യോപ്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. പിന്നെ 1975 വരെ അവരുടെ ഭരണം കണ്ടിന്യൂ ചെയ്തു. ഈ ഹെയ്ലി സെലാസിയുടെ ഫാമിലി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹൗസ് ഓഫ് സോളമിൽ നിന്നാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് സോളമിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഫാമിലിയിൽപ്പെട്ടവരാണ് ഞങ്ങൾ, രാജകുടുംബമാണ് നമ്മളെന്നാണ് പറഞ്ഞിട്ടാണ് ഈ ഹെയ്ലി സെലാസിയുടെ ഫാമിലി അവിടെ ആധിപത്യം ഉറപ്പിക്കുന്നത്. ഏകദേശം 600 കൊല്ലത്തോളം അവർ അവിടെ വാഴുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ നാരേറ്റീവിനുള്ള ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സിമ്പിൾസൊക്കെ ഇസ്രായേലിന് മാത്രം സിമ്പിൾസ് അല്ല, അവരുടെ എത്യോപ്യയുടെ കൊടി നോക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഈ സിംഹത്തിനെ നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത സെഷനിൽ റോമൻ സാമ്രാജ്യം കിങ്ഡം ഓഫ് ജൂഡ പിടിച്ചടക്കിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം.